അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ ആമി അവളുടെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോവാൻ ഇറങ്ങുകയാണ്. റസിയ പറഞ്ഞു, മോളെ ഞാനും കൂടി വേണമെങ്കിൽ പോരാം, നിന്നെ കൊണ്ടുവിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാം, പോരണോ എന്ന് ചോദിച്ചു. സാധാരണ ആമിയും റസിയയും കൂടിയാണ് മിക്കവാറും അവളുടെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകാറുള്ളത്. അല്ലെങ്കിൽ ആമി ജോലിക്ക് പോയ സമയത്ത് ജോലികളെല്ലാം ഒതുക്കി വെച്ച് റസിയ ഓടിപ്പോയി വരും. അങ്ങനെയാണ് പതിവ്. ആമി ആദ്യമായിട്ടാണ് തനിച്ച് പോകുന്നത്. അങ്ങനെ ചോദിച്ചപ്പോൾ ആമി പറഞ്ഞു, വേണ്ട ഉമ്മ, ഞാൻ തനിച്ച് പോയിക്കോളാം, ഞാനിപ്പോൾ ജോലിക്കൊക്കെ തനിച്ച് തന്നെയല്ലേ പോകുന്നത്, പിന്നെ സ്കൂട്ടിമേലല്ലേ, ബസ്സിനൊന്നുമല്ലല്ലോ, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ റസിയ പറഞ്ഞു, നോക്കി പോണം കേട്ടോ, സൂക്ഷിച്ചു പോണേ മോളെ, നീ ആദ്യമായിട്ട് തനിച്ചു പോകുമ്പോൾ ഉമ്മാക്കൊരു ബേജാറ് എന്ന് പറഞ്ഞു. അപ്പോൾ ആമി റസിയാൻ്റെ ചെറിയിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ താടിയിൽ പിടിച്ചിങ്ങനെ കൊഞ്ചിച്ചു കൊണ്ട് പറഞ്ഞു, ഈ ഉമ്മക്കുട്ടിയുടെ ഒരു കാര്യം, പിന്നെ ഞാൻ ഉമ്മാൻ്റെ വീട്ടിലേക്ക് ആദ്യമായി പോവുകയാണ് എന്നല്ലേ ഉള്ളൂ ഉമ്മ, ഞാനിപ്പോൾ ഡെയിലി തനിച്ച് തന്നെയല്ലേ ജോലിക്കും പോകുന്നത്, അതുപോലെ തന്നെ അമീർ ഇപ്പോഴല്ലേ കുറച്ചായിട്ടല്ലേ ഉള്ളൂ ജോലിക്ക് എൻ്റെ കൂടെ പോരാൻ തുടങ്ങിയിട്ട്, ഇത്രയും കാലം ഞാൻ തനിച്ച് തന്നെയല്ലേ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്, ഉമ്മാൻ്റെ ഒരു കാര്യം, ഞാൻ ഇപ്പോഴും കൊച്ചു കുഞ്ഞാണ് എന്നാണ് ഉമ്മാൻ്റെ വിചാരം എന്നെല്ലാം പറഞ്ഞു. റസിയ പറഞ്ഞു, ആ മോളെ, എന്നാൽ ഇനി വൈകേണ്ട, ഉമ്മാൻ്റെ കുട്ടി പോയിക്കോ, ഉമ്മാനോടും ഉപ്പാനോടും ഉമ്മാൻ്റെ സലാം പറയണം കേട്ടോ, സെൽമു അവിടെ ഉണ്ടെങ്കിൽ അവളോടും പറയണേ, എന്തായാലും ഉമ്മാൻ്റെ കുട്ടി അവിടെ ഉള്ളിടത്തോളം ദിവസം ഉപ്പപ്പാക്കും ഉമ്മമാക്കും ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ, സെൽമ വരുമ്പോൾ മാത്രമാണ് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്, പത്തിരിയും ചിക്കൻ കറിയുമെല്ലാം ഉമ്മാക്ക് നല്ല ഇഷ്ടമാണ്, പക്ഷേ ഉപ്പാക്കും നല്ല ഇഷ്ടമാണ്, പക്ഷേ ഉമ്മാനെക്കൊണ്ട് മാത്രം അത് ഈ വയസ്സായ സമയത്ത് ഉമ്മാനെക്കൊണ്ട് മാത്രം ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിയില്ല, അതുകൊണ്ട് വല്ലപ്പോഴും സെൽമു വരുമ്പോഴാണ് ഉമ്മാക്കും ഉപ്പാക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കിട്ടുന്നത്, അതുകൊണ്ട് തന്നെ ഉമ്മയും എപ്പോഴെങ്കിലും പോകുമ്പോൾ ഇവിടെ നിന്ന് ജോലിയെല്ലാം തീർത്ത് വൈകുന്നേരം എപ്പോഴെങ്കിലുമല്ലേ പോകാറുള്ളത്, ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒന്ന് ശരിക്ക് സംസാരിക്കാൻ പോലും ഉമ്മാക്ക് സമയം കിട്ടാറില്ല, പറ്റുന്ന പോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന എന്തെങ്കിലും സാധനങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കും ഞാൻ, അല്ലാതെ പത്തിരിയും ചിക്കൻ കറിയും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുമ്പോഴേക്ക് ഉമ്മാക്ക് നേരം വൈകും, നിനക്ക് തന്നെ അറിയാമല്ലോ, പിന്നെ ഇവിടെ എത്തിയാൽ ഉപ്പാൻ്റെയും ഇവിടെ വല്യമ്മാൻ്റെയും ചീത്ത കേൾക്കേണ്ടി വരും, ആ പേടി കൊണ്ട് ഉമ്മ വേഗം പെട്ടെന്ന് പോരാറാണ് ഉള്ളത്, പിന്നെ വൈകുന്നേരം നല്ല പഴംപൊരിയൊക്കെ ഉപ്പാക്കും ഉമ്മാക്കും ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ മോൾ പോരുന്നത് വരെ പൊന്നുപോലെ നോക്കിക്കൊള്ളണം കേട്ടോ ഉപ്പാനെയും ഉമ്മാനെയും എന്നെല്ലാം പറഞ്ഞു. ആമി പറഞ്ഞു, ആ ഉമ്മ, അത് പ്രത്യേകിച്ച് പറയണ്ട, എൻ്റെ ഉപ്പപ്പയും ഉമ്മമ്മയുമല്ലേ, ഞാൻ പൊന്നുപോലെ നോക്കും, ഉമ്മാക്ക് എന്നെ അറിയുന്നതല്ലേ എന്നെല്ലാം പറഞ്ഞു. ആ ഉമ്മാൻ്റെ കുട്ടി ആയതുകൊണ്ടാണ് എനിക്ക് വിശ്വാസം, എന്നാൽ ഇനി മോള് വേഗം പോയിക്കോ എന്നെല്ലാം പറഞ്ഞു. അവൾ ഇറങ്ങുമ്പോഴാണ് നമ്മുടെ റസാക്കിൻ്റെ ഉമ്മയും അമീറും ഇങ്ങനെ വരുന്നത്. ആഹാ, എങ്ങോട്ടാണോന്നാവോ തമ്പുരാട്ടി ഇറങ്ങുന്നത്, പെട്ടിയും പാണ്ടവും ഒക്കെ എടുത്ത് എന്നെല്ലാം ചോദിച്ച് കളിയാക്കുന്നുണ്ട് അമീർ. എന്താടി, ഇപ്പോൾ തന്നെ നീ അവൻ്റെ കൂടെ പോയി പൊറുതി തുടങ്ങാൻ പോവുകയാണ് എന്നെല്ലാം ചോദിച്ചു. അതുപോലെ തന്നെ റസാക്കിൻ്റെ ഉമ്മയും റസിയാനോട് ചോദിച്ചു, അല്ല റസിയ, നീ എവിടേക്കാണ് ഇവളെ പറഞ്ഞയക്കുന്നത്, കുറേ കെട്ടും പാണ്ടവും ഒക്കെ ഉണ്ടല്ലോ, എന്താ ഇവിടെ നിന്ന് കാലാകാലത്തേക്ക് പോവുകയാണോ എന്നെല്ലാം ചോദിച്ചു. അപ്പോഴാണ് റസിയ പറഞ്ഞത്, അവൾ ഇനി കുറച്ച് ദിവസം ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കൂടെ നിൽക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ റസാക്കിൻ്റെ ഉമ്മ പറഞ്ഞു, അല്ല, അതെങ്ങനെ ശരിയാവുന്നത്, ഇവിടെയും ഉണ്ടല്ലോ പിടിപ്പത് പണികൾ, നിന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് എത്തുമോ, അവൾക്ക് ഓഫീസില്ലാത്ത ദിവസം അവൾ കൂടിയല്ലേ നിന്നെ സഹായിക്കാറുള്ളത്, നീ അവളെയാണ് പോയി കഴിഞ്ഞാൽ ഈ പണിയെല്ലാം നീ ഒറ്റയ്ക്ക് എടുക്കണ്ടേ എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ റസിയ പറഞ്ഞു, അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട, അവൾ കുഞ്ഞായിരിക്കുമ്പോൾ അവൾ ഉണ്ടാകുന്നത് വരെയും ഞാൻ തന്നെയല്ലേ ഇവിടെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നത്, അതുകൊണ്ട് അതൊന്നും ആലോചിച്ച് ഉമ്മ ബേജാറാവേണ്ട എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ റസാക്കിൻ്റെ ഉമ്മയുടെ മനസ്സിൽ ആമി പോകുമ്പോൾ ജോലി ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ അതൊന്നുമല്ല വിഷയം, അവർക്കറിയാം അവൾ പോയി കഴിഞ്ഞാൽ മാസവരി അവളുടെ കയ്യിൽ നിന്ന് നല്ലൊരു സംഖ്യ പിടിക്കുന്നുണ്ട്, അത് മുടങ്ങും, അത് ഇനി റസിയാൻ്റെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കയ്യിലോട്ട് ആവും പോവുക എന്നാലോചിച്ചപ്പോഴാണ് അവർക്ക് വല്ലാത്ത വേവലാതി.
അതുകൊണ്ട് തന്നെ ജോലിയുടെ കാര്യം ഒരു മുട്ടുതട്ട് ന്യായം പറഞ്ഞ് അങ്ങനെ അവർ ആ കാര്യം സംസാരിക്കുകയായിരുന്നു. റസിയാക്കും മനസ്സിലായിട്ടുണ്ട് ആ കാര്യം. അതുകൊണ്ട് തന്നെയാണ് അവൾ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അവൾ പറഞ്ഞു, റസാക്കിൻ്റെ ഉമ്മ റസാക്കിനെ നീട്ടി വിളിച്ചു. റസാക്കെ ഇങ്ങോട്ടൊന്ന് വന്നാ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ റസാക്ക് വന്നു. എന്താണുമ്മ എന്ന് ചോദിച്ചു. അല്ല, നീ ഇത് വല്ലതും അറിയുന്നുണ്ടോടാ? ഇവൾ ഇതാ ഇവിടെ നിന്ന് കെട്ടും പാണ്ഡവും എടുത്ത് റസിയാൻ്റെ വീട്ടിലേക്ക് പോകുന്നു. എന്താ നിന്റെ ഉദ്ദേശം? ഇവളെ ഇവിടുന്ന് പറഞ്ഞയക്കാനോ എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ റസാക്ക് പറഞ്ഞു, ഹോ, അത്രയെങ്കിലും ബാധ ഒഴിഞ്ഞു കിട്ടുമല്ലോ. ശല്യം ആ കണ്ണും മുഖവും അല്ലെങ്കിൽ ദിവസവും കാണുന്നത് എനിക്ക് ചതുർത്ഥിയാണ്. കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം ആ കണ്ണും മുഖവും കാണണ്ടല്ലോ. ശല്യം എങ്ങോട്ടാണെങ്കിൽ വെച്ച് പോയിക്കോട്ടെ എന്നെല്ലാം പറഞ്ഞു. അതോടുകൂടി റസാക്കിൻ്റെ ഉമ്മയുടെ നാവടഞ്ഞു. കാരണം റസാക്കെങ്കിലും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും, അവളെ ഇവിടെ പിടിച്ചു നിർത്താമെന്നാണ് അവർ കരുതിയത്. എന്നാൽ അവൻ്റെ ആ സംസാരം കേട്ടപ്പോൾ പിന്നെ അവർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞു, ഞാനായിട്ട് ഇനി ഒന്നും പറയുന്നില്ല. എന്താച്ചാ നിങ്ങൾ ഉമ്മയും വാപ്പയും മക്കളും ആയിക്കോ, എന്നാൽ നീ പോയിക്കോടി എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ നമ്മുടെ ആമി റസിയാനോടും അതുപോലെ തന്നെ റസാക്കിനോടും എല്ലാവരോടും സലാം പറഞ്ഞു. എന്നാൽ റസിയ മാത്രമാണ് സലാം അടക്കിയത്. മറ്റുള്ളവരൊക്കെ അത് ഗൗനിക്കാതെ അകത്തേക്ക് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ആമി യാത്ര ചെയ്ത് റസിയാൻ്റെ വീട്ടിൽ എത്തി. അവൾ ചെല്ലുമ്പോൾ ഉമ്മറത്ത് തന്നെ സെൽമുവും അതുപോലെ തന്നെ അവളുടെ റസിയാൻ്റെ ഉമ്മയും ഇങ്ങനെ ഉമ്മറത്ത് സിറ്റൗട്ടിൽ ഓരോ വർത്തമാനങ്ങൾ പറഞ്ഞ് ഇരിക്കുകയാണ്. എന്തെല്ലാം തമാശ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഗേറ്റ് കടന്ന് ആമിയുടെ സ്കൂട്ടർ അകത്തേക്ക് കയറിയപ്പോൾ അവളെ കണ്ടതും നമ്മുടെ റസിയാൻ്റെ ഉമ്മ, അല്ലിത് ആമിക്കുട്ടിയോ? അവർ ഇങ്ങനെ ആകാംക്ഷയോടെ അവളുടെ പിന്നിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ആമി സ്കൂട്ടി അവിടെ നിർത്തി പതിയെ ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു, ഉമ്മമ്മ ആരെയാണ് പ്രതീക്ഷയോടെ നോക്കുന്നത് എന്ന് അറിയാം എനിക്ക്. ഉമ്മാനെയല്ലേ. ഉമ്മ ഒന്നും പോന്നിട്ടില്ല. ഞാനിനി എൻ്റെ ഉമ്മമ്മാൻ്റെയും ഉപ്പപ്പാൻ്റെയും കൂടെ കുറച്ചു കാലം നിൽക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആദ്യം വിചാരിച്ചത് റസിയാൻ്റെ ഉമ്മയും സെൽമുവുമെല്ലാം ആമി കള്ളം പറയുകയാണെന്നാണ്. അപ്പോഴാണ് അവർ അവളുടെ സ്കൂട്ടിമേലുള്ള അവളുടെ ബാഗും അങ്ങനെ 1-2 കവറും സാധനങ്ങളുമെല്ലാം ശ്രദ്ധിച്ചത്. അപ്പോൾ അവർക്ക് മനസ്സിലായി അവൾ ആമി പറയുന്നത് സത്യമാണെന്ന്. അവളെ സെൽമുവിനെയും അതുപോലെ തന്നെ റസിയാൻ്റെ ഉമ്മാനെയും കണ്ടതും സന്തോഷം കൊണ്ട് ആമി രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചു. എത്ര ദിവസമായി സെൽമു മേമാനെയൊക്കെ കണ്ടിട്ട്. ഉമ്മമാനെ പിന്നെ കുറച്ച് ദിവസം മുന്നേ ഞാനും ഉമ്മയും വന്ന് കണ്ടിരുന്നു. സെൽമു മേമാനെ കണ്ടിട്ട് ഒരുപാടായല്ലോ എന്നെല്ലാം പറഞ്ഞ് അവൾ സന്തോഷത്തോടു കൂടി കെട്ടിപ്പിടിച്ചു. അവളെ കണ്ടതും സെൽമു ചോദിച്ചു, അല്ല, എന്തു പറ്റി? ഇന്ന് കാക്ക മലർന്ന് പറക്കുമല്ലോ. അല്ലെങ്കിൽ ഇത്ത നിന്നോട് ഇവിടെ വന്ന് കുറച്ച് ദിവസം നിൽക്കാൻ പറഞ്ഞാൽ നീ ഇത്ത കൂടെ ഉണ്ടെങ്കിലേ നിൽക്കുകയുള്ളൂ എന്നാണ് പറയുന്നതെന്ന് ഇത്ത പറഞ്ഞിരുന്നു. ഇപ്പോൾ എന്തു പറ്റി എൻ്റെ ആമിക്കുട്ടിക്ക്? ഇതിപ്പോൾ നല്ല പുതുമയാണല്ലോ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ആമി പറഞ്ഞു, എൻ്റെ ഉമ്മമ്മാൻ്റെയും ഉപ്പപ്പാൻ്റെയും കൂടെ നിൽക്കാൻ എനിക്കും ഒരു കൊതി വന്നു പെട്ടെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാമെന്ന് കരുതി. എന്നിട്ട് മേമ എന്നാണ് വന്നത് എന്ന് ചോദിച്ചു. ഞാൻ 2-3 ദിവസമായി. അതുകൊണ്ട് എനിക്ക് മേമാൻ്റെ കൂടെയും കുറച്ച് ദിവസം നിൽക്കാമല്ലോ. മേമ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. ഞാനൊരു 5-6 ദിവസം കൂടി ഉണ്ടാവുമെടി എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, എന്നാൽ എനിക്ക് മേമാനെ കെട്ടിപ്പിടിച്ചൊന്ന് കിടന്നുറങ്ങണം. നമ്മൾ പണ്ടങ്ങനെ എത്ര കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയതാ. പിന്നെ മേമാൻ്റെ കല്യാണം കഴിഞ്ഞ് പോയതിൻ്റെ ശേഷം ഞാൻ വരുമ്പോൾ മേമയുണ്ടാവില്ല, മേമയുണ്ടാവുമ്പോൾ ഞാനും ഉണ്ടാവില്ല. അതല്ലേ അവസ്ഥ. നമ്മൾ പണ്ട് കെട്ടിപ്പിടിച്ച് കിടന്നത് പോലെ നമുക്കൊന്ന് കെട്ടിപ്പിടിച്ച് ഉറങ്ങണം എനിക്ക് സുഖമായിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ റസിയാൻ്റെ ഉമ്മ പറഞ്ഞു, ഈ പെണ്ണിൻ്റെ കുട്ടിക്കളി ഇനിയും മാറിയിട്ടില്ല അല്ലേ? കല്യാണ പ്രായമായി, കെട്ടിക്കാനായി, എന്നിട്ടാണ് അവളുടെ കുട്ടിക്കളി എന്ന് പറഞ്ഞു. അപ്പോൾ ആമി പറഞ്ഞു, നിങ്ങൾക്ക് അല്ലേ ഞാൻ വലുതായത്. എനിക്ക് ഇപ്പോഴും ഞാൻ നിങ്ങളുടെ മടിയിൽ കിടന്നിരുന്ന, എൻ്റെ തലയിൽ പേൻ നോക്കി തന്നിരുന്ന എൻ്റെ മേമയും അതുപോലെ തന്നെ എന്നെ എടുത്ത് കൊഞ്ചിച്ച് നടന്നിരുന്ന ഉമ്മമ്മയും ഉപ്പപ്പയും ഒക്കെ അല്ലേ. എനിക്കിപ്പോഴും നിങ്ങളെ അതുപോലെയാണ്. നിങ്ങളുടെ അടുത്തെത്തിയാൽ ഞാൻ കൊച്ചു കുഞ്ഞായതുപോലെ തോന്നും എനിക്ക്. എന്നിട്ട് നല്ല വിശപ്പ്. എടി സെൽമു മേമ, നിൻ്റെ സ്പെഷ്യൽ ഉണ്ണിയപ്പം ഉണ്ടോ? നല്ല മണം വരുന്നു. എനിക്ക് തിന്നാൻ കൊതിയായിട്ട് വയ്യ എന്ന് പറഞ്ഞു. എള്ളൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന നിൻ്റെ സ്പെഷ്യൽ ഉണ്ണിയപ്പം എന്ന് പറഞ്ഞു. ഇത് കേട്ടതും സെൽമ പറഞ്ഞു,
കൊതിച്ച് നീ ഇപ്പോഴും അതിൻ്റെ മണം മറന്നിട്ടില്ല അല്ലേ? നിനക്ക് ഇത്ര പെട്ടെന്ന് മനസ്സിലായോ? ശരിയാടി, ഞാൻ ചൂടോടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉമ്മമ്മയും ഞാനും ഇപ്പോൾ ചായ കുടിച്ചു. നീ വാ, നിനക്ക് തരാം എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അതിൻ്റെ മണം എത്ര കാലം കഴിഞ്ഞാലും എൻ്റെ മൂക്കിൽ നിന്ന് പോവില്ലല്ലോ. മേമാൻ്റെ സ്പെഷ്യൽ ഉണ്ണിയപ്പവും സ്പെഷ്യൽ ബീഫ് കൊത്ത് തേങ്ങയിട്ട് കൊത്തി വെച്ച വരട്ടും അതൊന്നും എൻ്റെ നാവിൽ നിന്നും അതിൻ്റെ രുചിയും പോവില്ല, എത്ര കഴിഞ്ഞാലും അതിൻ്റെ മണവും പോവില്ല അല്ലേ ഉമ്മമ്മ എന്നെല്ലാം പറഞ്ഞ് അവൾ അകത്തേക്ക് പോയി. അവളുടെ ആ പോക്ക് കണ്ട് ചിരിയോടെ നമ്മുടെ റസിയാൻ്റെ ഉമ്മയും അതുപോലെ തന്നെ സെൽമവും പറഞ്ഞു, പെണ്ണിനൊരു മാറ്റവുമില്ല, ഇപ്പോഴും പഴയ കൊഞ്ചിക്കുട്ടി തന്നെ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ സെൽമ പറഞ്ഞു, എങ്ങനെ കൊഞ്ചിക്കുട്ടി ആവാതിരിക്കും? ഉമ്മാൻ്റെ അല്ലേ പേരക്കുട്ടി. ഉമ്മാൻ്റെ ഇത്ത ഇപ്പോഴും ഉമ്മാൻ്റെ അടുത്തെത്തിയാൽ പഴയ ആ ഒരു കൊഞ്ചിക്കുട്ടിയായ പോലെ തന്നെയല്ലേ റസിയത്തെയും, റസിയത്താൻ്റെ മോളല്ലേ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ സെൽമ പറഞ്ഞു, നീ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ലടി, ഞങ്ങൾക്ക് ആദ്യമുണ്ടായ കുഞ്ഞല്ലേ അവളെ ഇത്തിരി കൊഞ്ചിച്ചു തന്നെയാണ് ഞങ്ങൾ വളർത്തിയത്, അതിന് നീ കണ്ണു വെച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സെൽമ പറഞ്ഞു, നമ്മളില്ലേ ഒന്നിനും എന്നെല്ലാം പറഞ്ഞ് ചിരിച്ചുകൊണ്ട് രണ്ടുപേരും അകത്തേക്ക് പോയി. അങ്ങനെ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട ശേഷം ആമി അവിടെ മേശമേൽ വന്നിരുന്നു. മേമ, എന്നിട്ട് കൊണ്ടുവാ, നല്ല ചൂടുള്ള കട്ടനും നല്ല ചൂടുള്ള ഉണ്ണിയപ്പവും ഇങ്ങോട്ട് പോരട്ട്. ഓഫീസ് വിട്ടു വന്ന ശേഷം ഉമ്മാൻ്റെ കപ്പപ്പുഴുക്കും നല്ല മത്തിമുളക് ഇട്ടതും ഉണ്ടായിരുന്നു. അതെല്ലാം തിന്ന് വയറ് നിറഞ്ഞതാ. എങ്കിലും ഇവിടെ എത്തിയപ്പോൾ മേമാൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു മണം വന്നപ്പോൾ എനിക്ക് വീണ്ടും വിശപ്പ് വന്നു. എടുത്തു കൊണ്ടുവരെ എന്ന് പറഞ്ഞു. അങ്ങനെ നല്ല കാസറോളിൽ ചൂടോടെ ഇട്ട് വെച്ചിരുന്ന നല്ല ചൂടുള്ള ഉണ്ണിയപ്പവും അതുപോലെ തന്നെ നല്ല ചൂട് ഏലക്കായെല്ലാം ഇട്ട് നല്ല ചൂടുള്ള കട്ടൻ ചായ കൊണ്ടുവന്ന് സെൽമ മേശപ്പുറത്ത് വെച്ചു. ഉപ്പ വരുമ്പോൾ ആമി വരുമെന്ന് അവർ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഉപ്പ വരുമ്പോഴേക്കും ചൂടോടെ കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ് കേസറോളിൽ. എന്തോ ഭാഗ്യത്തിന് കുറച്ചധികം ഉണ്ടാക്കിയിരുന്നു സെൽമു. അതുകൊണ്ട് ആമിക്കും നന്നായി വയറ് നിറച്ച് കഴിക്കാൻ കഴിഞ്ഞു. അവൾ അതിൽ നിന്ന് ഓരോന്നെടുത്ത് കൊതിയോടെ കഴിക്കുന്നത് സന്തോഷപൂർവ്വം നോക്കി നിൽക്കുകയാണ് സെൽമോ റസിയാൻ്റെ ഉമ്മയും. എടി കൊതിച്ചിപ്പാറു, നിനക്ക് ഇപ്പോഴൊരു മാറ്റവുമില്ല അല്ലേ? ഭക്ഷണം കാണാത്ത പോലെയാണ് ആർത്തിയോടെ കഴിക്കുന്നത്. 4 ദിവസമായോടി നീ ഭക്ഷണം കഴിച്ചിട്ട് എന്നെല്ലാം ചോദിച്ച് സെൽമ അവളെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ ആമി പറഞ്ഞു, അത്രക്ക് രുചിയാണല്ലോടി മേമ നിൻ്റെ ഉണ്ണിയപ്പത്തിന്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊതിയോടെ കഴിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ റസിയാൻ്റെ ഉമ്മ പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് കണ്ണ് തട്ടാതിരിക്കട്ടെ. എടി ഒന്നും സെൽമോ, നീ ഒന്നും പറയണ്ട, അവൾ കഴിച്ചോട്ടെ എന്നല്ല. എൻ്റെ മോൾ വയറ് നിറച്ച് കഴിക്ക്, ഇങ്ങനെയൊന്നും അവിടെ നിന്ന് കിട്ടില്ലല്ലോ. അമീർ മോനും അതുപോലെ തന്നെ നിൻ്റെ ഉപ്പയും ഒക്കെ അതുപോലെ നിൻ്റെ വല്യമ്മയും അമ്മായിയുമെല്ലാം അവരുടെ മക്കളുമെല്ലാം കഴിച്ചതിൻ്റെ ബാക്കിയല്ലേ എൻ്റെ മോൾക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഉമ്മമ്മാൻ്റെ കുട്ടി വയറ് നിറച്ച് കഴിച്ചു കേട്ടോ എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ആമയുടെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് അവർ 3 പേരും സിറ്റ് ഔട്ടിലിരുന്ന് ഇങ്ങനെ വർത്തമാനം പറയുകയാണ്. റസിയാൻ്റെ ഉപ്പ ആ സമയത്ത് വരാറുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെയും നോക്കിക്കൊണ്ട് സിറ്റ് ഔട്ടിലിരുന്ന് 3 പേരും വർത്തമാനം പറയുകയാണ്. അങ്ങനെ റസിയാൻ്റെ ഉമ്മ ചോദിച്ചു, എന്നിട്ട് എന്തെല്ലാമുണ്ട് മോളെ അവിടുത്തെ വിശേഷങ്ങൾ? ഇപ്പോഴും പഴയ പോലെ ഉമ്മാക്ക് തന്നെയായിരിക്കുമല്ലേ ജോലി ഭാരമെല്ലാം, അല്ലാതെ ഉമ്മാനെ ആരും സഹായിക്കുകയില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ആമി പറഞ്ഞു, അതുപോലൊക്കെ തന്നെയാണ് ഉമ്മമ്മ, ഞാൻ ഉള്ളപ്പോൾ ഞാൻ സഹായിക്കും, അല്ലാത്തപ്പോൾ ഉമ്മ തന്നെ എല്ലാം ചെയ്യണം എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ സെൽമ പറഞ്ഞു, ഞാനൊക്കെ ആയിരുന്നുവെങ്കിലുണ്ടല്ലോ ആ തള്ളയും മക്കളും അനുഭവിച്ചേനെ. ഇത് എൻ്റെ ഇത്തൊരു പാവമായത് കൊണ്ടാണ് ഇതെല്ലാം അനുഭവിക്കുന്നത്, എന്നെയൊന്നും അതിന് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആമിക്കുട്ടി പറഞ്ഞു, മേമാൻ്റെ തൻ്റെയുടെ ഉമ്മാക്കുണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. ഉമ്മ ഒരു പാവമായത് കൊണ്ട് എല്ലാം സഹിക്കും, ഒരു പ്രശ്നമുണ്ടാവേണ്ട എന്ന് വിചാരിച്ച് ഉമ്മ എല്ലാം സഹിക്കും. ഇപ്പോൾ ഞാനെങ്കിലും അവിടെ ഒന്ന് പറയാനുള്ളത് കൊണ്ട് ഉമ്മാക്ക് കുറേയൊക്കെ ആശ്വാസമാണ്. ഉമ്മാൻ്റെ ഭാഗം നിൽക്കാൻ ആരെങ്കിലും ഉണ്ടല്ലോ എന്ന് കരുതി. പിന്നെ ഇത്താത്തമാരില്ല, അവർ കല്യാണം കഴിച്ച് വിട്ട സ്ഥലത്തല്ലേ, അവരുണ്ടെങ്കിൽ തന്നെ ഉപ്പാനെ പേടിയാണ്, ഒന്നും പറയില്ല എന്ന്. ഇപ്പോൾ എനിക്ക് ജോലിയെല്ലാം ആയ ശേഷം എൻ്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടുന്നത് കൊണ്ട് വല്യമ്മാൻ്റെ ശല്യം അധികം ഉണ്ടാകാറില്ല.
ഇപ്പോൾ ഉപ്പാൻ്റെയും അമീറിൻ്റെയും ശല്യം സഹിച്ചാൽ മതി. എങ്കിലും പഴയ പോലെ ഉപ്പാക്ക് എന്നെ വഴക്ക് പറയാൻ പേടിയാണ്. കാരണം ഇപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ശമ്പളവും പിന്നെ ഓഫീസിലെ സാറും എല്ലാം സപ്പോർട്ടുള്ളത് കൊണ്ട് ഉപ്പയെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാനെയും വിളിച്ച് ഞാൻ അവിടെ വല്ല വാടക വീടും നോക്കി ഇറങ്ങുമെന്ന് കരുതി ഉപ്പാക്ക് വലിയ പേടിയാണ്. അതുകൊണ്ട് കൂടുതൽ പഴയ പോലെയൊന്നും എന്നെ ശല്യം ചെയ്യാൻ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റസിയാൻ്റെ ഉമ്മ പറഞ്ഞു, എന്തിനാ മോളെ വാടക വീട് നോക്കുന്നത്? ഇവിടെ ഉമ്മമ്മയും ഉപ്പപ്പയും തനിച്ചല്ലേ, ഇങ്ങോട്ട് പോര്, അല്ലാതെ വാടക വീട്ടിലോട്ടൊക്കെ എന്തിനാ അങ്ങനെ പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ആമി പറഞ്ഞു, ഉമ്മമ്മ ഞാൻ പറഞ്ഞത് പോരും എന്നല്ല, അങ്ങനെ ഞങ്ങൾ പോയാലോ എന്ന് പേടിച്ച് ഉപ്പ ഇപ്പോൾ പഴയ പോലെ ഉമ്മയും ഞാനുമായി വഴക്കൊന്നും ഉണ്ടാക്കാറില്ല എന്നാണോ ഞാൻ പറഞ്ഞത്. അപ്പോൾ റസിയാൻ്റെ ഉമ്മ പറഞ്ഞു, ഓ അങ്ങനെ എന്നെല്ലാം പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ റസിയാൻ്റെ ഉപ്പയും കയറി വന്നു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കയറി വന്നു. വഅലൈക്കും അസ്സലാം എന്ന് നമ്മുടെ ആമിയും അതുപോലെ തന്നെ റസിയാൻ്റെ ഉമ്മയും സെൽമവും എല്ലാം സലാം അടക്കി. ആമിയെ കണ്ടതും റസിയാൻ്റെ ഉപ്പ സന്തോഷത്തോടു കൂടി അവളെ ചേർത്ത് പിടിച്ചു. ആരിത്? ആമി മോളോ? ഉപ്പപ്പാൻ്റെ കുട്ടി എന്ന് വന്നതാണ്, എന്ന് കണ്ടതാണ്. ഞാൻ അന്ന് വന്നപ്പോൾ റസിയയും നീയും വന്നപ്പോൾ ഉപ്പപ്പ പുറത്തു പോയിരുന്നു. പിന്നെ എന്നെ കാത്തു നിൽക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടായിരുന്നില്ല, എന്തോ തിരക്കിലാണെന്ന് പറഞ്ഞിരുന്നു. ഞാനും അതെ, അന്ന് പുറത്ത് പോയിട്ട് കുറച്ച് വൈകി തന്നെയാണ് എത്തിയത്. ഇരുട്ടിന് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് അങ്ങനെയാണ് ഞാൻ വന്നത്. അതുകൊണ്ട് നിങ്ങൾ കാത്തു നിന്നാലും കുറച്ച് വൈകിയാൽ നിങ്ങൾ പോയിരുന്നു. അങ്ങനെ അന്നൊന്നും നിങ്ങളെ കാണാൻ പറ്റിയില്ല. എന്തൊക്കെയുണ്ട് ഉപ്പപ്പാൻ്റെ കുട്ടിയുടെ വിശേഷങ്ങൾ? എന്തു പറ്റി? ഉമ്മ ഇല്ലാതെ നീ വരാറില്ലല്ലോ, ഇന്നിപ്പോൾ എന്തു പറ്റിയെന്നെല്ലാം ചോദിച്ചു. അപ്പോൾ ആമി പറഞ്ഞു, ഉപ്പപ്പാക്കൊരു സന്തോഷ വാർത്തയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താ മോളെ, നിൻ്റെ കല്യാണം ഉറപ്പിച്ചോ എന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോൾ ആമി പറഞ്ഞു, അതൊക്കെ വഴിയേ നടന്നോളും. ഞാനേ ഉപ്പപ്പാൻ്റെയും ഉമ്മമ്മാൻ്റെയും കൂടെ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണ്. സന്തോഷമായില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിന്നോടല്ലെങ്കിലും ഞങ്ങൾ എപ്പോഴും പറയാറുള്ളതല്ലേ മോളെ, നിൻ്റെ ഉമ്മാനെ അവർ വിടില്ല. നിനക്കെങ്കിലും കുറച്ച് ദിവസം ഞങ്ങളുടെ അടുത്ത് നിന്നുകൂടെ എന്ന് ഞാൻ ചോദിക്കാറുള്ളതല്ലേ. അപ്പോൾ നീ എന്താ ഉമ്മ ഇല്ലാതെ ഞാൻ നിൽക്കില്ല എന്ന് പറയാറുള്ളതല്ലേ. ഇപ്പോൾ എന്ത് പറ്റി ഉപ്പപ്പാൻ്റെ കുട്ടിക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ ആമി പറഞ്ഞു, ഇപ്പോൾ എനിക്കങ്ങനെ തോന്നി നിങ്ങളുടെ കൂടെ കുറച്ച് ദിവസം നിൽക്കണമെന്ന്. അപ്പോൾ അദ്ദേഹം സന്തോഷത്തോടു കൂടി പറഞ്ഞു, ഈ സെൽമു ഇടയ്ക്ക് വന്ന് നിൽക്കും, അതാണ് ഞങ്ങളുടെ ആശ്വാസം. അവളും പോയി കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തനിച്ചല്ലേ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നത്. ഞാൻ വല്ലപ്പോഴും പുറത്തേക്കെങ്കിലും ഇറങ്ങും. നിങ്ങളുടെ ഉമ്മമ്മ പാവം ഇതിനുള്ളിൽ ഒറ്റക്കാണ്. അവൾക്കാണെങ്കിൽ വയ്യ, കാലുവേദനയും മുട്ടുവേദനയും എല്ലാം ഉണ്ടായി. അവൾക്ക് ജോലിക്കും വയ്യ, ജോലി എടുക്കാനും വയ്യ. അതുകൊണ്ട് ഇനി ജോലി പോട്ടെ, അവളോട് മിണ്ടി പറയാനെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിരുന്നു. എന്തായാലും ഉപ്പപ്പാൻ്റെ കുട്ടി കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവുമല്ലോ, സന്തോഷമായി. ഇനി എനിക്ക് സമാധാനത്തോടു കൂടി പുറത്തു പോയി കുറച്ച് നേരം വൈകിയാലും വരാൻ വൈകിയാലും കുഴപ്പമില്ലല്ലോ. മറ്റേത് എനിക്ക് നേരം വൈകിയാൽ എനിക്ക് പേടിയാണ്, ഇവളിവിടെ ഒറ്റയ്ക്കല്ലേ എന്നെല്ലാം ആലോചിച്ച് ഞാൻ പുറത്ത് പോയി വരുവോളം അവൾക്കും വേവലാതിയാണ്. ഇനി മിണ്ടി പറയാൻ നീ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആമി പറഞ്ഞു, ഞാനിവിടെ ഉണ്ടാവുമെന്ന് കരുതി ഉപ്പപ്പ നേരെ വൈകി ഇങ്ങോട്ട് വന്നാലേ എൻ്റെ കയ്യിൽ നിന്ന് നല്ല അടി കിട്ടും കേട്ടോ. നേരത്തെ വരണം നിങ്ങൾ, ഈ വയസ്സായ നിങ്ങൾ പുറത്ത് പോയി ഇരുട്ടുന്നതിന് മുൻപ് ഇവിടെ വരണം, എന്നാലല്ലേ ഞാനിവിടെ ആണെങ്കിലും ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ. ഉമ്മമ്മ ഇവിടെ ഒറ്റക്കാവുമ്പോൾ ഉപ്പപ്പാക്ക് ബേജാറാവില്ല. അതുപോലെ ഉപ്പപ്പ പുറത്ത് പോയി വരുവോളം ഉമ്മമ്മക്കും ബേജാറുണ്ടാവില്ലേ. അതുകൊണ്ട് മഗ്‌രിബ് ഇവിടുന്ന് നിസ്കരിച്ചാൽ മതി, അതുവരെയുള്ള കറക്കമെല്ലാം മതി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഉത്തരവ് സാറേ, ശരി അങ്ങനെ ചെയ്യാം എന്നെല്ലാം പറഞ്ഞ് എല്ലാവരും സന്തോഷത്തോടു കൂടി അകത്തേക്ക് കയറി.